ഫ്രണ്ട്സ്, അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും AJ വ്ലോഗ്സ് ആൻഡ് കുക്കറിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബൂന്തി ലഡു ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, വലിയ പാടൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കിച്ചാൽ മതി. അടിപൊളി ലഡു നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ 2 കപ്പ് കടലമാവിന്റെ അളവിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2 കപ്പ് കടലമാവിന് നമുക്ക് 1.5 കപ്പ് പഞ്ചസാര വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളർ എടുക്കുക. ഞാനിവിടെ ഫുഡ് കളറിൽ എടുത്തേക്കുന്നത് ഒരു ലേശം മഞ്ഞൾ പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം, ഒരു 2 നുള്ള് ബേക്കിംഗ് പൗഡർ അല്ല സോഡ വേണം, ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ വേണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ വേണ്ടേ, ഏലക്കപ്പൊടി വേണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നട്ട്സ് അല്ലെങ്കിൽ കിസ്മിസ് ഉപയോഗിക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഒരു ലേശം നെയ്യ് വേണം. പിന്നെന്താ, ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം വേണം, എണ്ണ വേണം. അപ്പൊ ഇത്രയും മാത്രം മതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ഉപ്പിട്ട് കൊടുക്കാം, എടുത്തു വെച്ചേക്കുന്ന ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഫുഡ് കളർ ഉപയോഗിക്കാം. ഞാനിവിടെ മഞ്ഞൾ പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ കട്ടയില്ലാതെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആദ്യമേ പറയാണ്, ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കണയിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ആക്കിയേക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പതുക്കെ നമുക്കിതിവിടെ കട്ടയില്ലാതെ തന്നെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കേണ്ട പരുവം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ദോശമാവില്ലേ, ദോശമാവിന്റെ ഒരു പരുവമാണ്. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ കുഴച്ചെടുക്കുക. ചിലവർ ഇതെന്താ ചെയ്യുമെന്നറിയാമോ, മിക്സിക്കകത്തിട്ട് അങ്ങ് അടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ആ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ കുഴച്ചെടുത്തിട്ട് ആ ഒരു പരുവം വരെ ഞാൻ ആവുമ്പോൾ കാണിക്കാം. ആ ദോശമാവിന്റെ പരുവം ആവുന്നിടം വരെ ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്താ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്, ദാ നോക്കിക്കേ. ഈ ഒരു പരുവം മാത്രമേ ആകാവുള്ളൂ, ഇത് കൂടുതൽ ഇതൊരു ദോശമാവിന്റെ പരുവം കേട്ടോ. അപ്പൊ നമുക്കിനി ഒരു അടുപ്പത്ത് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കാം നമുക്ക്. അപ്പൊ ഞാൻ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചു. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പൊ വെളിച്ചെണ്ണ അതിന്റെ ഒരു ടേസ്റ്റ് ശരിയാവത്തില്ലെന്ന് പറയും. അപ്പൊ ആ ഒരു ടേസ്റ്റ്, വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അറിയാതിരിക്കാൻ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ ആ ഒരു രുചി അറിയത്തില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഫ്ലെയിം മീഡിയം അല്ല, വലിയ ഹൈയും അല്ലാത്തൊരു ഇതിൽ വെക്കുക. ഇതുപോലത്തെ ഒരു കുഴിയൻ പാത്രം, ഇതുപോലത്തെ ഇങ്ങനെ ഇതുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ ഹോളുള്ളതില്ലേ, അങ്ങനത്തെ ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ലേശം ബൂന്തി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ബൂന്തി ഒഴിച്ചു കൊടുത്ത് നമ്മൾ വറക്കരുത്, ഒത്തുവരില്ല. ഇതൊക്കെ ഉണ്ടോ. എന്നിട്ട് നമ്മൾ ഒത്തിരി അങ്ങ് ഹാർഡായിട്ട്, നമ്മൾ ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ആ ഒരു ഇത് പോകുന്നിടം വരെ ഒന്ന് വറുത്തെടുത്ത് വെച്ചാൽ മതി. അകമൊക്കെ ഒന്ന് വേവുന്ന രീതിയിൽ ആവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഈ കടകളിലൊക്കെ കിട്ടുമ്പോൾ അവർ ഒത്തിരി കളർ ചേർക്കുന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ബ്രൈറ്റ്നെസ്. നമ്മളിപ്പോൾ വീട്ടിൽ നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നില്ല, അപ്പം നമുക്ക് ഒത്തിരി കളറൊന്നും വേണ്ട. ഞാനിവിടെ ചെറിയ മഞ്ഞൾ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ആവശ്യമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും കളറൊക്കെ ചേർക്കാമെങ്കിൽ. ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് വറുത്ത് കോരിയിട്ടുണ്ട്, സെക്കൻഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഒത്തിരി ഒന്ന് ക്രിസ്പി ആയി പോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ അതൊന്ന് വെന്ത് കിട്ടിയേച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് വറുത്ത് പോരാം കേട്ടോ.
അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് എന്നാ ചെയ്യണോന്ന് അറിയാമോ? ഇവിടെ എല്ലാം ഞാൻ എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് നമുക്ക് ഒത്തിരി ക്രിസ്പി ആവണ്ട. ക്രിസ്പി ആയാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ക്രിസ്പി ആക്കല്ല. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ അകം എല്ലാം ഒന്ന് വെന്ത് വരുന്നതിന്റെ ആ ഒരു പരുവം മാത്രം മതി. ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ആറാൻ വെക്കാം. ആറാൻ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് സിറപ്പ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ 1.5 കപ്പ് പഞ്ചസാരക്കകത്തോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിന്റെ പരുവം എന്ന് പറയുന്നത് നമുക്ക് ഒരു നൂൽ പരുവൊന്നും ആക്കണ്ട. എന്നാലും കൈക്കകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ആവുന്ന ഒരു വിധത്തിലല്ലേ, ഒട്ടി ഒട്ടി പിടിക്കുന്ന ആ ഒരു വിധത്തിൽ വേണം ആക്കിയെടുക്കാൻ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലേശം പൊടിച്ചു വെച്ചേക്കുന്ന സിനമനും പോട്ടെ, കാടമനും കൂടും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ്, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു നേരം നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഇതെല്ലാം ആറി കഴിഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ഇതാ കണ്ടോ, ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചുമ്പോൾ നല്ലൊരു കട്ടി പോലെ തോന്നും. ഒറ്റ നൂൽ പരുവാകണ്ട. എന്നിട്ട് ഞാനിത് ജസ്റ്റ് മിക്സിക്കകത്തിട്ടൊന്ന് ഒരു ചുറ്റി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഈ ഒരു ഫീലിൽ നമുക്ക് തോന്നും കുറേ ഉണ്ടെന്ന്, കുറെ ഇങ്ങനെ അയ്യോ ആകപ്പാടെ ഇതായിപ്പോയി. പക്ഷെ കുറച്ചുകൂടെ ഇളക്കി വരുമ്പോൾ ഇതങ്ങ് സെറ്റ് ആയിക്കോളും, കട്ടിയായി വന്നോളും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നിട്ട് കണ്ടോ, ഇപ്പൊ ശരിയായി വരുന്നുണ്ടോ? ഈ ഒരു നേരം ആകുമ്പോൾ നെയ്ക്കകത്ത് നമ്മൾ വറുത്തെടുത്ത കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ടും ചേർക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കാൻ. ശരിക്കും ഓപ്ഷണലാണ്. എന്നിട്ട് ഒരു സ്വല്പം നേരം കൂടി ഇതൊന്ന് ഇളക്കാം. ഇപ്പതാ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കാക്കി ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലഡു ഉരുട്ടി എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഏകദേശമൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ലഡുവായിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ബാക്കിയെല്ലാം ഉരുട്ടി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആണ്. ഇതാ ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയിൽ കൂടെ കാണാം. അപ്പോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.